ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, സ്ട്രോങ് ആയിരിക്കുന്നു. യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കിന്ന് നോക്കാം കറണ്ട് എനർജി. നിങ്ങളുടെ പേഴ്സൻ്റെയും കറണ്ട് എനർജി എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്ത് എന്ത് എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്തെന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങളുടെ പേഴ്സൻ്റെ പേര് മനസ്സിൽ വിചാരിക്കുക. ഓക്കെ, നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരുമിച്ചുള്ള നിമിഷങ്ങളെ നിങ്ങൾ ഓർത്തെടുക്കുക. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ഓരോ നിമിഷങ്ങളും നിങ്ങൾ ഓർത്തെടുക്കുക. താങ്ക് യു യൂണിവേഴ്സ്. ഏറ്റവും കറക്റ്റ് റീഡിംഗ് ലഭിച്ചതിനാൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. യൂണിവേഴ്സിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ എന്നെ സമർപ്പിക്കുന്ന ഏറ്റവും കറക്റ്റ് റീഡിംഗ് ലഭിച്ചതിനാൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. 4 of Cups, Ace of Wand, ഏരീസ്, ടോറസ്, ജെമിനി, ഇടവം, മിഥുനം, കർക്കിടകം, ലിയോ, വെർഗോ, ലിബ്ര, ചിങ്ങം, കന്നി, തുലാം, സ്കോർപിയോ, സാജിറ്റേറിയസ്, കാപ്രിക്കോൺ, വൃശ്ചികം, ധനു, മകരം, അക്യൂറസ്, സ്പൈസിസ്, കുംഭം, മീനം. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് 4, 1, 6, 9, 8, 11, 10, 14, 5, 13, 6. ഓക്കെ, ഏപ്രിൽ, ജനുവരി, ജൂൺ, ഒക്ടോബർ, സെപ്റ്റംബർ, നവംബർ. ഇവിടെ വന്നിരിക്കുന്ന മന്ത്. നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. നിങ്ങളെ ബേസ് ചെയ്ത്, നിങ്ങളുടെ റിലേഷനെ ബേസ് ചെയ്ത് നിങ്ങളുടെ പേഴ്സൻ്റെയും നിങ്ങളുടെയും എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ സമയത്തെ അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്നതായിട്ടുള്ള മെസ്സേജ്, കോള് എല്ലാം നഷ്ടപ്പെടുത്തി കളയുകയാണ്. നിങ്ങൾ കൊണ്ട് ചെല്ലുന്ന സമയത്തിനൊന്നും യാതൊരു വാല്യൂവും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നൽകുന്നില്ല. ഓക്കെ, നിങ്ങൾ കൊടുക്കുന്നതായിട്ടുള്ള മെസ്സേജ് കാര്യങ്ങളൊന്നും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. അതിൻ്റെ പേരിൽ നിങ്ങൾ ഒരുപാട് പെയിൻ സിറ്റുവേഷനിൽ കൂടി കടന്നു പോവുകയാണ്. നിങ്ങൾ ഡിപ്രഷനിൽ കൂടി കടന്നു പോവുകയാണ്. എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് ഒരുപാട് ഉത്കണ്ഠയാണ്. എന്തുകൊണ്ടാണ് പേഴ്സൺ ഈ ഒരു സമയത്ത് കോളോ മെസ്സേജോ സ്വീകരിക്കാത്തത്? എന്താണ് റിലേഷൻഷിപ്പിന് പറ്റിയത് എന്നൊന്നും നിങ്ങൾക്കറിയത്തില്ല. നിങ്ങളെ പെട്ടെന്നൊരു ഗോസ്റ്റ് ആക്കിക്കൊണ്ട് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവാത്തത് തന്നെ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു റിയാക്ഷനാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു സിറ്റുവേഷനുമായിട്ട് പൊരുത്തപ്പെട്ട് പോകുവാനോ എന്താണോ നിങ്ങളുടെ റിലേഷനിൽ സംഭവിക്കുന്നതെന്നോ മനസ്സിലാകാത്തതിൻ്റെ ഒരു മാനസിക ഡിപ്രഷനിൽ കൂടി നിങ്ങൾ തളർന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഒരു അറിവും തന്നെ ഈ ഒരു കാര്യവുമായിട്ട് ഇല്ല. എന്താണ് സംഭവം? നിങ്ങളുടെ ഭാഗത്തുള്ള തെറ്റ് എന്താണെന്ന് മനസ്സിലായിരുന്നെങ്കിൽ അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാമായിരുന്നു. പക്ഷേ നിങ്ങളുടെ തെറ്റോ കുറ്റങ്ങളോ ഒന്നും പറയാതെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അവോയ്ഡ് ചെയ്യുകയാണ്. അത് നിങ്ങൾക്ക് സഹിക്കുന്നതിലും അപ്പുറമാണ്. എൻ്റെ വ്യൂസിലെ പല വ്യക്തികളും ഈ ഒരു സമയത്ത് ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒന്ന് കാണുന്നതിന് വേണ്ടിയിട്ടോ കാത്തിരിക്കുന്ന വ്യക്തികളാണ്. ഒരു കോൾ വന്നിരുന്നെങ്കിൽ, ഒരു മെസ്സേജ് വന്നിരുന്നെങ്കിൽ, പേഴ്സണെ ഒന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ പഴയ മെസ്സേജ്, ചാറ്റുകളൊക്കെ എടുത്ത് വെച്ച് വീണ്ടും റിപ്പീറ്റായിട്ട് കാണുക, കേൾക്കുക ഒക്കെയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ പേഴ്സൺ കൊടുത്ത ഓരോ ഗിഫ്റ്റുകൾ നിങ്ങളത് എടുത്ത് നോക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, വളരെ പെയിൻഫുൾ സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നിങ്ങൾ ഏത് സമയത്തും ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്നത് ഏസ് ഓഫ് കപ്പാണ്. നിങ്ങളിപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണുമായിട്ട് ആദ്യകാലം പ്രണയത്തെക്കുറിച്ചും എന്താണ് ജീവിതത്തിൽ സംഭവിച്ചതും നിങ്ങളുമായിട്ട് ഒരുമിച്ചുള്ള ആ നിമിഷത്തെക്കുറിച്ച്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തന്ന വാഗ്ദാനങ്ങളെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുന്നുണ്ട്. എൻ്റെ പേഴ്സൺ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ റിലേഷൻഷിപ്പ് തുടങ്ങിയ സമയത്ത് ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ വീണ്ടും ആലോചിച്ച് വിഷമിക്കുന്നതായിട്ടുള്ള സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഒരുപാട് പെയിൻഫുൾ സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ ഈ ഒരു നിമിഷം കടന്നു പോകുന്നത്. 6 of Swords ആണ്. നിങ്ങൾക്ക് ഈ ഒരു
ഒരു സ്ഥലത്ത് നിന്നും അത്രയും പെയിന്, നിങ്ങളുടെ പേഴ്സൻ്റെ ഓർമ്മകൾ, നിങ്ങളുമായിട്ട് ഒരുമിച്ചുണ്ടായിരുന്ന നിമിഷങ്ങൾ നിങ്ങളെ തളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ശാന്തമായിട്ട് ഒരു മൂവ് ഓൺ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, സമാധാനം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പേഴ്സൻ്റെ ഓർമ്മകളിൽ നിന്ന് മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ കഴിയാത്ത അവസ്ഥകളിൽ വളരെ പ്രയാസപ്പെട്ട് പെയിൻഫുൾ സിറ്റുവേഷനിൽ കൂടി കടക്കാൻ ശ്രമിക്കുന്നുണ്ട്. പല വ്യക്തികൾക്കും അത് സാധിക്കുന്നില്ല. ഓക്കെ, കടക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്, നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നില്ലെന്നല്ല. നിങ്ങൾ പല വ്യക്തികളും പേഴ്സണെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മറക്കണമെന്ന് ചിന്തിക്കുന്നുണ്ട്. പക്ഷെ മറക്കാൻ ശ്രമിക്കും തോറും പേഴ്സണുമായിട്ടുള്ള ഓർമ്മകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. നിങ്ങളും പേഴ്സണും ഒരുമിച്ചിട്ടുള്ള നിമിഷങ്ങളും പേഴ്സൺ തന്ന വാക്കുകളും ഒക്കെ നിങ്ങളുടെ മനസ്സിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സംശയമാണ്, എന്താണ് റിലേഷൻഷിപ്പിൽ സംഭവിച്ചത്, മറ്റേ ആരെങ്കിലും നമ്മുടെ ഇടയിൽ കടന്നു വന്ന് പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ടോ, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ കൂടിയാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ മനസ്സിന് യാതൊരു സമാധാനമോ സ്വസ്ഥതയോ ഒന്നുമില്ല. ഒരു ആശങ്കയാണ്, ഈ റിലേഷനിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ആരാണ് നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പഴയ കാര്യങ്ങൾ ഓർത്ത് ഇന്നുള്ള ദിവസത്തെ നിങ്ങൾ ഒരുപാട് പെയിൻ സിറ്റുവേഷനിൽ കൂടി കടത്തി വിടുകയാണ്. കഴിഞ്ഞു പോയി നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരുമിച്ചുള്ള നിമിഷങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ട് വഴക്കിട്ട ദിവസങ്ങൾ, അതെല്ലാം നിങ്ങൾ രാവിലെ തന്നെ ഓർക്കാൻ തുടങ്ങും. എന്നോട് ഇങ്ങനെയൊക്കെ കാണിച്ചല്ലോ, അങ്ങനെ ചെയ്തല്ലോ, ഇങ്ങനെ ചെയ്തല്ലോ. ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങൾക്ക് ആ ഒരു പെയിൻ സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഒരു ഡെയിലി റൊട്ടീൻ ഇത് തന്നെയാണ് നിങ്ങൾക്കിപ്പോൾ ഈ ഒരു അടുത്ത സമയത്തായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഒരു മാറ്റം വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിലും ആ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് കാണുന്നില്ല, അത് സഹിക്കുന്നില്ല. എന്നെ ഹെൽപ്പ് ചെയ്യണം, ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ആരെങ്കിലും എന്നെ മൂവ് ഓൺ ചെയ്യാനെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് നിങ്ങൾ നിലവിളിക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് ആ നിങ്ങളുടെ പേഴ്സൻ്റെ ഓർമ്മകളിൽ കൂടി തന്നെ നിങ്ങൾ ജീവിച്ചു പോകുന്നു. അത് നിങ്ങളെ ഒരുപാട് വേദന തരുന്നു. അപ്പം ആരെങ്കിലും ഈ ഒരു സിറ്റുവേഷനിൽ നിന്നെങ്കിലും എന്നെ ഒന്ന് രക്ഷിച്ചെങ്കിൽ, ഈ ഒരു ചിന്തകളിൽ നിന്ന് എന്നെ രക്ഷിച്ചെങ്കിൽ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഈ ഒരു സമയം. ക്യാൻസർ, ലിബ്ര, സ്കോർപ്പിയോ, നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഭയങ്കര അലസതയാണ് വരുന്നത്. നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യുവാനും നിങ്ങൾക്ക് മനസ്സ് അനുവദിക്കുന്നില്ല. നിങ്ങൾക്ക് അലസതയാണ് ഓരോ കാര്യത്തിലും നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു തീരുമാനം എടുക്കുന്നതിന് വളരെ ബുദ്ധിമുട്ട്. ചില സമയത്ത് നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ പേഴ്സണെ 2 വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കും. പക്ഷേ അത് പിന്നീട് നടക്കത്തില്ല. പിന്നെ വിചാരിക്കും എനിക്ക് എൻ്റെ പേഴ്സണെ വേണമെന്ന്. അങ്ങനെ 2 മനസ്സോടു കൂടി നിങ്ങൾക്ക് ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്ത വണ്ണം നിങ്ങൾ ജഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ മുന്നിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് ആളുകൾ ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് മാത്രമല്ല, ഈ ഒരു നെഗറ്റിവിറ്റി നിങ്ങളെ ചുറ്റി നിൽക്കുന്നത് കാരണം നിങ്ങളെ കൂടെയുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് ആ ചിന്തയെ ആസ്പദമാക്കി മറ്റ് പല കാര്യങ്ങളും റിലേഷൻ ബേസിൽ മാത്രമല്ല, ചിലപ്പം ജോലി സംബന്ധമായിട്ടായാലും വീട്ടിൽ നിന്നായാലും എന്തും നിങ്ങൾ തൊടുന്നത് മുഴുവനും പ്രശ്നങ്ങളിലോട്ട് മാത്രമാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തന്നെ വിചാരിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാത്രമാണ് ഇതെന്ത് ഇങ്ങനെ ഒന്നിന് പിറകെ ഒന്നായിട്ട് എല്ലാവരും നിങ്ങളെ വളഞ്ഞ് ആക്രമിക്കുന്നത് എന്തിനാണ്, എല്ലാവരും ഇഗ്നോർ ചെയ്യുന്നത് എന്തിനാണ് എന്നുള്ള ചിന്തകളൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട്. എപ്പോഴും സംശയമാണ്. സ്വന്തം സെൽഫായിട്ട് പോലും എനിക്ക് എന്താണ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് ടെൻഷനും കാര്യങ്ങളിൽ കൂടിയും നിങ്ങൾ ഈ ഒരു എനർജിയിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് പശ്ചാത്താപത്തിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ അത് പ്രകടമാക്കുന്നില്ലെങ്കിലും അവരുടെ ജീവിതത്തിൽ അവർ പല കാര്യങ്ങളും നേടിയെടുത്തിട്ടുണ്ടായിരിക്കും. പക്ഷെ അവർക്ക് തൃപ്തി വരുന്നില്ല. തൃപ്തി എന്ന് പറയുന്ന ഒരു കാര്യം അവരുടെ ലൈഫിലേക്കില്ല. നിങ്ങളെ വേദനിപ്പിച്ച് മറ്റെന്തിനു പോയിട്ടുണ്ടെങ്കിലും അവരുടെ ആർത്തി മറ്റൊന്നിനും അവർ വീണ്ടും ഓരോന്ന് ലഭിച്ചിട്ടും അവർ ഇതെന്തുകൊണ്ട് എൻ്റെ മനസ്സിന് തൃപ്തിയാകുന്നില്ല എന്നുള്ള ഒരു ചിന്തയിലോട്ട് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. കാരണം നിങ്ങളെന്നുള്ളൊരു വ്യക്തി ഇല്ലാണ്ട് അവരുടെ ജീവിതത്തിൽ യാതൊന്നും പൂർണ്ണതയിൽ എത്തില്ല എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കിയിരിക്കുന്നു. അവരുടെ കൂടെ ചിലപ്പം അവരെ സ്നേഹിക്കാനോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനൊക്കെ ആൾക്കാർ അവർക്ക് ചുറ്റിനും ഉണ്ടായിരിക്കും. പക്ഷേ എന്തോ അവരുടെ മനസ്സ് ഇപ്പോഴും എന്തിനോ വേദനിക്കുന്നുണ്ട്. അത് കർമ്മയാണ്. കാരണം നിങ്ങളെ വേദനിപ്പിച്ച് പോയത് കൊണ്ട് അവരെത്രയൊക്കെ നേടിയെടുത്തിരുന്നാലും അവർക്ക് സന്തോഷിക്കാൻ കഴിയില്ല. ഈ ഒരു സന്തോഷത്തിൻ്റെ മധ്യത്തിലും എന്തോ അവർക്ക് നഷ്ടമാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് അവരുടെ ചിന്ത. ഈ സമയത്തും നിങ്ങളെക്കുറിച്ചാണ് നിങ്ങളുടെ പേഴ്സൺ ഓർക്കുന്നത്. നിങ്ങൾ ചതിച്ചു ഒരു വ്യക്തിയെ നമ്മൾ ചതിച്ചു കഴിഞ്ഞാൽ ആ ഒരു മനസാക്ഷി നമ്മളെ ഒരിക്കലും
വെറുതെ വിടത്തില്ല. വെറുതെ നമ്മൾ ചുമ്മാതിരിക്കുന്ന സമയത്തെങ്കിലും പകൽ മൊത്തം സന്തോഷിച്ചിരുന്നാലും ശരി തന്നെ എപ്പോഴെങ്കിലും ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഓർമ്മകൾ നിങ്ങളുടെ പേഴ്സണെ ഒരുപാട് അലട്ടുന്നുണ്ട്. ഒരുപാട് സിൻസിയറായിട്ട് സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു നിങ്ങൾ. പക്ഷേ നിങ്ങളോട് കാണിച്ചത് നീതിയല്ല എന്നുള്ള കാര്യം നിങ്ങളുടെ പേഴ്സണ് നല്ല രീതിയിൽ അറിയാം. മറ്റ് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ ഉപേക്ഷിച്ച് നിങ്ങളുടെ പേഴ്സൺ പോയിട്ടുണ്ട്. അത് ശരിയായ കാര്യമല്ല എന്ന് സ്വന്തം മനസാക്ഷിക്ക് നല്ല രീതിയിൽ അറിയാം. പക്ഷേ മറ്റുള്ളവരോട് വാദിക്കുന്ന സമയത്ത് പറയും ഇല്ല ഞാൻ ചെയ്തതാണ് ശരിയെന്ന്. അവർ കുറ്റങ്ങളും കുറവുകളും നിങ്ങളുടെ പേരിൽ നിരത്തി വയ്ക്കും. പക്ഷേ യഥാർത്ഥത്തിൽ അവരുടെ മനസാക്ഷിയുടെ മുന്നിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതും ചെയ്തതുമായിട്ടുള്ള കാര്യങ്ങൾ വളരെ തെറ്റാണെന്ന് അവർക്ക് തന്നെ ബോധ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, നിങ്ങളുടെ ഇമോഷനെയും കാര്യങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ കണ്ണുനീരും നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ ഹെൽപ്പും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും അകന്നു പോയിരിക്കുന്ന ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് പണത്തിൻ്റെ പിറകെ അല്ലെങ്കിൽ അവരുടെ സന്തോഷത്തിൻ്റെ പിറകെ അവർ ഓടിയത് നിങ്ങളുടെ സ്നേഹത്തെ നിങ്ങളുടെ സന്തോഷത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ്. ഒരാളിനെ കണ്ണുനീരിൽ ഇട്ടുകൊണ്ടാണ് മറ്റൊരാൾ സന്തോഷിക്കാൻ പോകുന്നത്. ആ സന്തോഷം അധികകാലം നിലനിൽക്കത്തില്ല. അവർ നേടിയെടുത്തതൊന്നും അവരുടെ ജീവിതത്തിൽ അവസാനം വരെയും നിലനിൽക്കുന്ന ഒന്നല്ല. ഓക്കെ, അവർ എടുത്തത് ഒരു കണ്ണുനീരിൽ കൂടിയാണ് അവർ നേടിയെടുത്തിട്ടുള്ളത്. കണ്ണുനീരിൽ പണിത് വെച്ചതെല്ലാം കണ്ണുനീരിൽ തന്നെ ഒലിച്ചു പോകും. നിങ്ങളുടെ പേഴ്സൺ എന്താണോ നിങ്ങളെ കണ്ണീരിൽ ആഴ്ത്തിക്കൊണ്ട് അവർ നേടിയെടുത്തതെല്ലാം അവരുടെ അതേ കണ്ണുനീരിൽ തന്നെ നേടിയെടുത്തത് മുഴുവനും ഒലിച്ചു പൊക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ കൂടിയാണ് പോകുന്നത്. ഈ ഒരു സമയം എന്തോ നിയമപരമായിട്ടുള്ള കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ പേഴ്സൺ അതീവമായിട്ടുള്ള പെയിനിൽ കൂടി കടന്നു പോവുകയാണ്. അവർക്ക് ഒന്നുകിൽ അവർക്ക് എവിടുന്നെങ്കിലും നീതി കിട്ടുന്നില്ല. അവർക്ക് നീതിക്ക് വേണ്ടി അവർ ഓടുകയാണ്. അവരുടെ അവസ്ഥ ആരും മനസ്സിലാക്കുന്നില്ല. അവരുടെ നിലവിളി ആരും കേൾക്കുന്നില്ല. നിങ്ങളെ വേദനിപ്പിച്ച് അവരെങ്ങോട്ടാണോ ഓടിയത് ആ ഒരു സ്ഥലത്ത് നിന്ന് ഇപ്പോൾ അവർ നിലവിളിക്കുകയാണ്. അവരുടെ സത്യാവസ്ഥ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ നിന്ന് അതേ സ്ഥലത്ത് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണാണ് നിൽക്കുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ. ഓക്കെ, നിങ്ങളെ വേദനിപ്പിച്ച് അവർ കടന്നുപോയോ, നിങ്ങൾക്ക് നീതി തരാതെ അവർക്ക് കടന്നു പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ഥാനത്താണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിൽക്കുന്നത്. യൂണിവേഴ്സിൻ്റെ മുമ്പിലാണ് അവർ ജഡ്ജിമെൻറ്റിന് ഇരയായിരിക്കുന്നത്. ഓക്കെ, അവർക്ക് ജസ്റ്റിസ് വേണമെന്ന് വിചാരിച്ച് അവർ നിലവിളിക്കുകയാണ്. അവരിപ്പോൾ എന്തെങ്കിലും ഒരു സാമ്പത്തിക സിറ്റുവേഷനിൽ അവർ സ്റ്റക്കായി നിൽക്കുകയാണ്. അവർക്ക് മുന്നോട്ട് ഒന്നും കാണാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് മെസ്സേജ് അയക്കണമെന്ന് അവർക്ക് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മെസ്സേജും കോളും ഒക്കെ അയക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നത്. അവരുടെ മനസ്സിന് ആഗ്രഹമുണ്ട്. അവർ നിങ്ങൾ അയച്ച മെസ്സേജൊക്കെ എടുത്തു വെച്ച് നോക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുവാനോ അവരുടെ ഈഗോ അനുവദിക്കുന്നില്ല. അവർ പിന്മാറിക്കൊണ്ടിരിക്കുകയാണ്. പഴയ കാര്യങ്ങൾ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ വരുമ്പോഴത്തേക്ക് പഴയ കാര്യങ്ങൾ നിങ്ങളോട് ചലഞ്ച് ചെയ്ത കാര്യങ്ങൾ നിങ്ങളോട് സംസാരിച്ച കാര്യങ്ങളെല്ലാം അവരുടെ മനസ്സിൽ ഓർമ്മ വരികയും നിങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നതിന് വേണ്ടിയിട്ട് അവർ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അവരിപ്പോൾ സ്റ്റക്ക് സിറ്റുവേഷനിലാണ്. നിങ്ങൾക്ക് മെസ്സേജ് അയക്കണം എന്ന് വിചാരിച്ച് ടൈപ്പ് ചെയ്തതിന് ശേഷം പോലും അത് മാറ്റിക്കളയും. ചില ഇടയ്ക്ക് നിങ്ങൾ ബ്ലോക്ക് മാറ്റിയിട്ട് നിങ്ങൾ പ്രൊഫൈൽ ഏതാണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്ത് നോക്കുകയും പിന്നെ ബ്ലോക്ക് ചെയ്ത് വയ്ക്കുന്ന അവസ്ഥയിൽ കൂടിയൊക്കെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങളുടെ ഫോട്ടോസും നിങ്ങൾ കൊടുത്ത ഗിഫ്റ്റുകളും എടുത്തു വെച്ച് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. ഒരു ഗ്രോത്ത് ഉണ്ടാകുമോ എന്ന് അവർ ചിന്തിക്കുന്നതാണ്. ഈ ഒരു റിലേഷൻ ഇനി അവരുടെ ലൈഫിൽ ഉണ്ടാകുമോ, നിങ്ങളെന്നുള്ളൊരു വ്യക്തി ഇനി ലൈഫിലേക്ക് കടന്നു വരുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ട്. അവർ ചെയ്ത തെറ്റുകളും കുറ്റങ്ങളും നിങ്ങൾ പൊറുക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പേഴ്സൺ ഓർക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ എത്രയും പെട്ടെന്ന് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഇത് വരുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ നിങ്ങൾ ഏത് സിറ്റുവേഷനാണോ, നിങ്ങളിപ്പോൾ ഒരുപാട് തകർന്ന അവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ, നിങ്ങൾ കരഞ്ഞ് ഇനി ഒന്നും മുന്നോട്ട് നിങ്ങൾക്ക് കാണാനില്ല, ഒരു വഴിയുമില്ല, ഈ റിലേഷൻഷിപ്പ് ഇവിടം കൊണ്ട് അവസാനിച്ചു എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ആ ചിന്തയുടെ മേളിൽ ഒരു ടവർ വരാൻ പോവുകയാണ്. ഒരു മാറ്റം സംഭവിക്കാൻ പോവുകയാണ്. അത് നിങ്ങളുടെ ആ ചിന്തകളെ പൊട്ടിച്ചെറിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ന്യൂ ബിഗിനിങ് വരാൻ പോവുകയാണ്. ഓക്കെ, നിങ്ങളെന്താണോ ഇപ്പോൾ ചിന്തിച്ചിരിക്കുന്നത്, ഇനി ഒരു റിലേഷൻ ഇല്ല, ഇത് അവസാനിച്ചു, ഇനി മുന്നോട്ട് നോക്കണ്ട, ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നതും പ്രാർത്ഥിച്ചിരുന്നതും ഒക്കെ വെറുതെ ആയിപ്പോയി, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടതും ഒക്കെ ഞാൻ എൻ്റെ പേഴ്സണിന് വേണ്ടി ഇത്രയും ഞാൻ കഷ്ടപ്പെട്ടത് വെറുതെ ആയി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ അത് തെറ്റി. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ തിരിച്ചു വേണോ, നിങ്ങൾ അഫർമേഷൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ലഭിക്കുക തന്നെ ചെയ്യും. കാരണം നിങ്ങളൊരു
മജീഷ്യനാണ്. മജീഷ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നു അത്രയും പവർ നിങ്ങളുടെ ഉള്ളിലുണ്ട്. യൂണിവേഴ്സ് അത്രയും പവർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ ആ അഫർമേഷൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പുറത്ത് വരുവാൻ കഴിയും. നിങ്ങൾ അത്രത്തോളം സ്ട്രോങ് അഫർമേഷനുള്ള വ്യക്തിയാണ്. നിങ്ങളുടെ ഉള്ളിലെ പവർ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങളുടെ പവർ നിങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെ തന്നെ ഒന്ന് മനസ്സിലാക്കി നോക്കുക. നിങ്ങളൊന്ന് മെഡിറ്റേഷൻ ചെയ്യുക. നിങ്ങളുടെ പവർ എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയും. ഒരിക്കലും നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങളൊരു സാധാരണ വ്യക്തിയാണ് എന്ന്. പക്ഷേ സാധാരണമല്ല. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് നിങ്ങളുടെ ഉള്ളിലേക്ക് വരും. ഓക്കെ, നിങ്ങൾ പോസിറ്റീവ് സ്പിരിച്വലാണ്. നിങ്ങളൊരു ദൈവിക കൃപയുള്ള വ്യക്തിയാണ്. കാരണം മജീഷ്യനാണ്. മജീഷ്യൻ എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് ഉള്ള വ്യക്തിയാണ്. ഓക്കെ, നിങ്ങൾക്ക് ജഡ്ജിമെൻറ്റ് വരാൻ പോവുകയാണ്. ടവറാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ നിൽക്കുന്ന ഏത് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ കൂടിയാണോ നിങ്ങൾ പോകുന്നത്, നിങ്ങളുടെ റിലേഷൻ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണോ? डिस्टर्ब हो गया दीदी, डिस्टर्ब हो गया मेरा आवाज़ आ गया उधर नहीं? ओके, നിങ്ങൾ ഏത് സിറ്റുവേഷനിൽ കൂടിയാണ് പോകുന്നത്? അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങളിപ്പോൾ നിലവിളിക്കുകയാണ് യൂണിവേഴ്സിൻ്റെ മുമ്പിൽ, എനിക്ക് സഹിക്കാൻ കഴിയില്ല, ടവറാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഏത് പെയിൻ സിറ്റുവേഷനിൽ കൂടിയാണോ നിങ്ങൾ പ്രാർത്ഥിച്ച് കരയുന്നത്, എന്താണോ നിങ്ങളുടെ വേദന അത്രത്തോളം യൂണിവേഴ്സിൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ആ ഒരു സംഭവത്തിൻ്റെ മുകളിൽ കൂടി ടവറാണ് വന്നിരിക്കുന്നത്. തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും കൂടി നിങ്ങളെ ചതിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ ഒരു പെയിൻഫുൾ സിറ്റുവേഷനിൽ ആക്കിയിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സ് അതിൻ്റെ മുകളിൽ ഒരു ടവറാണ് ഈ ഒരു സമയത്ത് ഇറക്കിയിരിക്കുന്നത്. തേർഡ് പാർട്ടിയും നിങ്ങളുടെ ലൈഫിൽ നിന്ന് എന്നേക്കുമായിട്ട് നിലം പതിച്ചിരിക്കുകയാണ്. ഓക്കെ, ഒരിക്കലും തകരില്ല എന്ന് വിചാരിച്ചിരുന്ന അതിൻ്റെ മുകളിലാണ് യൂണിവേഴ്സിൻ്റെ മിന്നൽ പതിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ യൂണിവേഴ്സ് കൊണ്ടുവന്നിരിക്കുന്നത് ആ ഒരു തേർഡ് പാർട്ടിയുടെ റിലേഷൻഷിപ്പിന് മുകളിലോട്ട് വന്നിരിക്കുന്നത് ഫയറാണ് വന്നിരിക്കുന്നത്. ഫയറോട് കൂടി ആ റിലേഷൻ അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിച്ചിരിക്കുന്നു. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിക്കും ജഡ്ജിമെൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും വലിയ സിറ്റുവേഷനിൽ കൂടി അവർ കടന്നു പോകാൻ പോവുകയാണ്. ചില വ്യക്തികൾ കടന്നു പോയി മറ്റു ചിലരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനിരിക്കുന്ന സംഭവങ്ങളാണ് ഇരിക്കുന്നത്. അടുത്ത വന്നിരിക്കുന്നത് ഒരു മാറ്റമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വന്നിരിക്കുന്നത് ഒരു മാറ്റമാണ്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ജഗിൾ ചെയ്തിരുന്ന സംഭവങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരില്ല എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ന്യൂ ബിഗിനിങ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പം ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് പെയിൻ സിറ്റുവേഷനിൽ കൂടി കടന്നു പോവുകയാണ്. ഒരുപാട് പെയിൻ സിറ്റുവേഷൻ കൂടി കടന്നു പോവുകയാണ്. ജഗലിൻ സിറ്റുവേഷൻ ആണെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് ആലോചിക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അവരെ ഒരുപാട് അലർത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളിലേക്ക് എങ്ങനെ കടന്നു വരുമെന്നവർ ചിന്തിക്കുന്നു. ഇതുവരെയും എത്രയൊക്കെ നിങ്ങളുടെ ചിന്തകളിൽ നിന്ന് പോകാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും അവർക്കിപ്പോൾ സാധിക്കുന്നില്ല. അവർ വീണ്ടും ആ ഒരു വളയം പോലെ, ഒരു ചുഴി പോലെ നിങ്ങളിൽ മാത്രമായിട്ട് കേന്ദ്രീകരിച്ച് അകത്തോട്ട് അബ്സോർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ചുഴിയിൽ പെട്ടുപോയൊരു വ്യക്തിക്ക് ഒരു വിധത്തിലും നീന്തി രക്ഷപ്പെടാൻ കഴിയില്ല. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളെന്നുള്ള ഓർമ്മയിൽ ചുഴിയിൽ പെട്ടിരിക്കുകയാണ്. നിങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ നിങ്ങളുടെ പേഴ്സണ് കഴിയുന്നില്ല. ഇപ്പോൾ ഒരുപാട് സ്നേഹം അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് സ്നേഹം ഒഴുകുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് അവർക്ക് ഒരുപാട് സ്നേഹം ഫീൽ ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ കൊടുത്ത സ്നേഹവും കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് പോയതിൽ അവർ വീണ്ടും പെയിൻ അനുഭവിക്കുന്നു. അടുത്തത് വന്നിരിക്കുന്നത് ബേർഡനാണ്. ഈ ഒരു സമയം ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾ ഒരുപാട് വേദനയും വിഷമവും നിങ്ങൾക്കൊന്നും കാണാൻ കഴിയുന്നില്ല. അപ്പുറത്ത് എന്താണ്, ഈ റിലേഷൻഷിപ്പിൻ്റെ അപ്പുറം എന്താണെന്നുള്ള ഒരു അറിവും നിങ്ങൾക്കില്ല. ഇനി നാളത്തേക്ക് എന്താണ്, ഈ റിലേഷൻ ബാക്കി ഉണ്ടാകുമോ, എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല. നിങ്ങൾക്ക് ഒരുപാട് ഭാരമാണ്. റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ വരുമോ, വിളിക്കുമോ, നിങ്ങൾ ചതിച്ചിട്ടാണോ പോയത്, അതോ മറ്റേതെങ്കിലും റിലേഷനിൽ പെട്ടുപോയോ, ഞങ്ങളുടെ ഇടയിൽ ആരെങ്കിലും വന്ന് ചതിച്ചോ, ആരാണ് ചതിച്ചത് എന്നീ ഒരുപാട് ചോദ്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഈ റിലേഷനെ കുറിച്ച് ഒന്നും അറിയാൻ കഴിയാത്ത അവസ്ഥയിൽ കൂടി നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്തായാലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളെ ചതിച്ചത് ആരാണോ ആ ഒരു ചതിച്ച ആൾക്കാരെ കുറിച്ചുള്ളത് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു കാര്യം നിങ്ങൾ അറിയുകയാണ്. നിങ്ങളുടെ പേഴ്സൺ തിരിച്ചറിയും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആരാണ് ഈ ഒരു തടസ്സം കൊണ്ടുവന്നിരിക്കുന്നത്, നിങ്ങളെ അകറ്റിയത് ഏത് വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കും.
അതല്ല നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചതിച്ചിട്ടാണ് പോയതെങ്കിൽ അതിൻ്റെ കൃത്യത, അതിൻ്റെ സത്യാവസ്ഥ നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നു. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പേഴ്സണാണ് നിങ്ങളെ ചതിച്ചത്, വഞ്ചിച്ചതെങ്കിൽ ആ ഒരു കാര്യം, ആ ഒരു സത്യാവസ്ഥ നിങ്ങൾ അറിയാൻ പോകുന്നു. അതല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മറ്റൊരു വ്യക്തിയാണ് നിങ്ങൾ രണ്ടുപേരെയും തങ്ങളിൽ അകറ്റിയതെങ്കിൽ ആ ഒരു കാര്യവും നിങ്ങളുടെ പേഴ്സൺ അറിയാൻ പോകുന്നു. ഓക്കെ, നിങ്ങളുടെ ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കിയതിൽ വന്നിരിക്കുന്നത് ഡെവിൾ കാർഡാണ്, 4 ഓഫ് വാണ്ടാണ്, 6 ഓഫ് വാണ്ടാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഈ ഒരു നിമിഷം നിങ്ങളോട് താല്പര്യം തോന്നി തുടങ്ങുന്നുണ്ട്. ഫ്യൂച്ചറിൽ നിങ്ങളോട് വളരെ അട്രാക്ഷനാണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്. ഫിസിക്കലി അട്രാക്ഷൻ ഉണ്ടാകും. നിങ്ങളുമായിട്ട് ഓരമെന്ന് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ആഗ്രഹിക്കും. ഓക്കെ, ഫ്യൂച്ചറിൽ നിങ്ങളുമായിട്ട് ഒരു ഫിസിക്കൽ അട്രാക്ഷൻ നടക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ അഫർമേഷൻ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ പേഴ്സൺ എത്രയും പെട്ടെന്ന് തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ച് കടന്നു വരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ പറയുന്നത് പോലെ കേട്ട് വരുന്ന ഒരു വ്യക്തിയായി മാറും. നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങളുടെ പേഴ്സൺ മാറും. പക്ഷേ നിങ്ങൾ അഫർമേഷൻ ചെയ്യണം. നിങ്ങൾ അഫർമേഷൻ ചെയ്യാതെ യാതൊന്നും നടക്കില്ല. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുമായിട്ടൊരു സെലിബ്രേഷൻ വേണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. മറ്റുള്ളവരെല്ലാം ഈ റിലേഷൻ തകർന്നു പോയി, ഇനിയൊരു ലൈഫില്ല എന്നൊക്കെ നിങ്ങളുടെ അടുത്ത് പല വ്യക്തികളും പറഞ്ഞിട്ടുണ്ടായിരിക്കും. നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക, നിങ്ങൾക്കിനി ലൈഫില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മധ്യത്തിൽ കൂടി തന്നെ യൂണിവേഴ്സ് നിങ്ങളെ വിജയത്തിലേക്ക് കൊണ്ടുവരും. ആരൊക്കെ തള്ളി പറഞ്ഞിട്ടുണ്ടോ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ തള്ളി പറഞ്ഞിട്ടുണ്ടോ, എല്ലാവരും നിങ്ങൾക്ക് വിജയം നൽകി കൊണ്ടുവരുന്ന ഒരു സമയം നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഉണ്ടാകും. ഒരുപാട് പേര് നിങ്ങളെ ഉപേക്ഷിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പം നിങ്ങളുടെ സൗന്ദര്യത്തെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പണത്തെയോ നിങ്ങളുടെ സ്വഭാവത്തെയോ ഒക്കെ തള്ളി പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഏറ്റവും പിന്നിലേക്ക് തള്ളപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നെല്ലാം മാറി നിങ്ങൾക്ക് ഏറ്റവും പ്രധാന സ്ഥാനം നൽകി നിങ്ങളെ അംഗീകരിക്കുന്ന ഒരു സമയം നിങ്ങളുടെ ലൈഫിലേക്ക് വരും. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അംഗീകരിക്കും. നിങ്ങൾക്ക് വിജയത്തിലേക്കുള്ള ഒരു യാത്ര തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങളുടെ റീഡിങ്. നിങ്ങൾക്ക് റെസനേറ്റ് ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് മെസ്സേജ് കൂടി എടുക്കാം. ഓക്കെ, പ്ലീസ് കേഡ് ബി മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിന് വേണ്ടിയിട്ട് വ്യൂസിൻ്റെ പേഴ്സൺ കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ഓക്കെ, എൻ്റെ വ്യൂസിന് വേണ്ടിയിട്ട് വ്യൂസിൻ്റെ പേഴ്സൺ കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ഈ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്ത് എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്? പ്ലീസ് കേഡ് ബി മദർ യൂണിവേഴ്സ്. എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്? പ്ലീസ് കേഡ് ബി മദർ യൂണിവേഴ്സ്. പ്ലീസ് കേഡ് ബി. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. ഏറ്റവും കറക്റ്റ് മെസ്സേജ് തന്നതിന് നന്ദി. താങ്ക് യു. നിങ്ങളുടെ പേഴ്സൺ പറയുകയാണ് നിങ്ങൾ നല്ലൊരു വ്യക്തിയാണ്. ഓക്കെ, നിങ്ങൾക്ക് അവരെക്കാളും നല്ലൊരു വ്യക്തിയാണ് നിങ്ങൾക്ക് വേണ്ടത്. അവർ ചിലപ്പോൾ എന്തെങ്കിലും ചീറ്റിങ്ങോ കാര്യങ്ങളോ നിങ്ങളടുത്ത് കാണിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങളെ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാക്കിയത് അവർക്ക് ഈ ഒരു സമയത്ത് പശ്ചാത്താപം തോന്നുന്നുണ്ട്. തേർഡ് പാർട്ടിയുമായിട്ട് റിലേഷനിൽ വന്നതിന് ശേഷം നിങ്ങളുടെ വാല്യൂ എന്തെന്ന് അവർ മനസ്സിലാക്കി ഈ ഒരു സമയത്ത് നിങ്ങളോട് അവർ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അവരെക്കാളും നല്ലൊരു വ്യക്തിയെയാണ് ഡിസർവ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വിധിച്ചിരിക്കുന്നത് ഏറ്റവും നല്ലൊരു വ്യക്തിയെയാണ്, അല്ലാതെ അവരെപ്പോലെ ഒരു വ്യക്തിയെ അല്ല എന്ന് പറയുന്നു. എന്ത് പ്രശ്നമുണ്ടായിരുന്നാലും അവർ നിങ്ങളോട് തന്നെയാണ് എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. ഇപ്പം തേർഡ് പാർട്ടി ആണെങ്കിലും ഫോർത്ത് പാർട്ടി ആണെങ്കിലും എന്ത് തന്നെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ വന്നിരുന്നാലും, ഇപ്പം ഫാമിലി വന്നാലും പേരൻസ് വന്നിരുന്നാലും നിങ്ങളെ കൂടെ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നു. ഓക്കെ, അവരുടെ സോള് പറയുന്നതായിരിക്കാം. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. നിനക്ക് വേണ്ടി ഞാൻ ഒരുപാട് എക്സ്പെൻസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരുപാട് പൈസ ഞാൻ നിനക്ക് വേണ്ടി എക്സ്പെൻസ് ചെയ്തിട്ടുണ്ടെന്ന് ചില വ്യക്തികൾ, എല്ലാവർക്കും ഇത് റെസനേറ്റ് ആകത്തില്ല. ചില വ്യക്തികളുടെ പേഴ്സൺ പറയുകയോ അല്ലെങ്കിൽ നിങ്ങളായിരിക്കും ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്, ഞാൻ നിനക്ക് വേണ്ടി ഒരുപാട് പണം ചിലവാക്കിയിട്ടുണ്ട് എന്ന് നിങ്ങളുടെ പേഴ്സണോട് പറയുകയോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുകയോ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, നമ്മൾ മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണെന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുകയാണ്, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ ഒരുപാട് മുറിവേൽപ്പിക്കുന്നതായിട്ടുള്ള കുറേ വാക്കുകൾ ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ആ ഒരു വാക്കുകളെല്ലാം തിരിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, നിങ്ങളതൊക്കെ മറന്നു പോയിരുന്നെങ്കിൽ എന്നൊക്കെ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ആ വാക്കുകളെ തിരിച്ചു വന്നിരുന്നെങ്കിൽ, തിരിച്ചെടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്.
ഇപ്പോൾ ഒരു കുറ്റബോധത്തിൻ്റെ പാതയിൽ കൂടിയായിരിക്കും പോകുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് റീയൂണിയൻ വേണമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. താങ്ക് യു യൂണിവേഴ്സ്, എത്രയും പെട്ടെന്ന് തന്നെ റീയൂണിയൻ ലഭിച്ചതിനായി നന്ദി പറയുന്നു. താങ്ക് യു താങ്ക് യു താങ്ക് യു. പേഴ്സൺ പറയുകയാണ്, നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടായിരിക്കാം. നിങ്ങളടുത്ത് അവർ ഏറ്റവും റിക്വസ്റ്റോട് കൂടി പറയുകയാണ്, അവരെ സംശയിക്കുന്നതൊന്ന് നിർത്തുമോ? അവർ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ സംശയിക്കുന്നത് തെറ്റായ രീതിയിലാണ് സംശയിക്കുന്നത്. നിങ്ങളെ അവർ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. അവർ നിങ്ങൾക്കുള്ളതാണ് എന്ന് അവർ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് അയച്ചതും നിങ്ങൾക്ക് തോന്നിയതുമായിട്ടുള്ള, ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കും ഇത് തോന്നുന്നത്. ഈ എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരാം. ചിലപ്പോൾ ഈ മെസ്സേജ് നിങ്ങൾക്കായിരിക്കും തോന്നിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ താങ്ക് യു. നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് റീയൂണിയൻ തന്നതിനായി നന്ദി പറയുക. റീയൂണിയൻ തന്നതിനായി നന്ദി, താങ്ക് യു എന്ന് പറഞ്ഞ് മെസ്സേജ് അയയ്ക്കുക. റീയൂണിയൻ എന്ന് എഴുതുക. നിങ്ങൾ ബ്രേക്കപ്പ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് കടന്നു പോകാൻ കഴിയാതെ വണ്ണം പേഴ്സൻ്റെ വേദനയിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. മൂവ് ഓൺ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ പറ്റുന്നില്ല. പേഴ്സൺ പൂർണ്ണമായിട്ട് നിങ്ങളിൽ നിന്ന് പോയിട്ടും ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്ക് കടന്നു പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതുക, എനിക്ക് മൂവ് ഓൺ ചെയ്യണം. ഞാൻ മൂവ് ഓൺ ചെയ്തതിനായി നന്ദി പറയണം. താങ്ക് യു താങ്ക് യു താങ്ക് യു. അപ്പം നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയതിനാൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. എൻ്റെ വീഡിയോ വാച്ച് ചെയ്തതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. ഈ റീഡിങ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് കൂടി ഷെയർ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു താങ്ക് യു താങ്ക് യു.